ഹലോ ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ അശ്ന ഷാജി. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കിടിലൻ നോട്ടിഫിക്കേഷൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഒരുപാട് മലയാളികൾ, എസ്പെഷ്യലി നമ്മളുടെ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ, ഒരുപാട് പേര് അറിയാതെ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. യെസ്, IB അഥവാ ഇന്റലിജൻസ് ബ്യൂറോയുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴില് സെക്യൂരിറ്റി അസിസ്റ്റന്റ് അഥവാ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷനെ കൂടെ അല്ലെങ്കിൽ പോസ്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണോ, നിങ്ങളൊരു 10ാം ക്ലാസ് ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണോ എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ഭയങ്കര ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇന്ന് നമുക്ക് എന്തൊക്കെ നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് ആർക്കൊക്കെ അപേക്ഷിക്കാം, ഏജ് ലിമിറ്റ് എന്താണ്, എക്സാം മോഡ് ഓഫ് എക്സാം എങ്ങനെയാണ് തുടങ്ങിയ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏകദേശം നമ്മുടെ കേരളത്തിൽ 338ഓളം വേക്കൻസീസ് ആണ് പറയുന്നത്. അപ്പൊ നല്ല പോലെ ഒന്ന് സെറ്റായി നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ തലവര മാറ്റാനായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ കേരളത്തില് നമുക്ക് നോട്ടിഫിക്കേഷൻ വേക്കൻസി ഉണ്ട്. ഏകദേശം 334ഓളം വേക്കൻസി ആണ് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ വരുന്നത്. IBയുടെ അണ്ടറിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് നമുക്ക് വിളിച്ചിരിക്കുന്നത്. ഏകദേശം നമുക്കിതിന്റെ ഏജ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 3rd ലെവലാണ് വരുന്നത്. 2170 രൂപ മുതൽ 69,100, അതായത് ഇതിൽ കൂടുതൽ നമുക്ക് ഇൻ ഹാൻഡ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ മറ്റുള്ള സെക്യൂരിറ്റി അലവൻസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ പേ സ്കെയിലിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇനി നമ്മൾ മെയിൻ ആയിട്ടും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. എന്താണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ്. എന്താണ്, വെറും 10ാം ക്ലാസ് ലെവൽ ആണ് എങ്കിൽ, അതായത് നിങ്ങളൊരു 10ാം ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോ എന്താ പറഞ്ഞിരിക്കുന്നത്, 10th ക്ലാസ് പാസ് ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഏജ് ലിമിറ്റ് ആണ്, അല്ലെ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് 18 വയസ്സിനും 27 വയസ്സിന്റെയും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമുക്ക് ഏജ് റിലാക്സേഷൻ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ജനറൽ കാറ്റഗറിക്ക് 18 വയസ്സിനും 27 വയസ്സിന്റെ ഉള്ളിലായിരിക്കണം. അതുപോലെ എത്രയാണ്, 17/8/2025 നമുക്ക്, അതായത് നോട്ടിഫിക്കേഷൻ വന്ന ഈ വർഷം ഇത്ര ഏജിന്റെ ഉള്ളിലായിരിക്കണം നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് SC STക്ക് ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി OBC ആണ് എങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് 30 വയസ്സ് വരെയാണ്. 30 വയസ്സുണ്ട് എങ്കിൽ OBC കാറ്റഗറിക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എക്സാം എങ്ങനെയാന്ന് നോക്കാം. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, IB ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് എക്സാം ആയിരിക്കും. നമ്മൾ 10th ലെവൽ എന്ന് പറയെങ്കിൽ പോലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലെവൽ ആയിരിക്കും നമുക്ക് എക്സാം വരുന്നത്. ഓൺലൈൻ എക്സാം ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഒരു ചോദ്യം 4 ഓപ്ഷൻ എന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് പരീക്ഷ വരുന്നത്. 5 പാർട്സ് ആയിരിക്കും, 5 ഭാഗങ്ങളായിരിക്കും ഇതിൽ വരുന്നത്. ഓരോ ഭാഗത്തിനും 20 മാർക്കാണ് വരുന്നത്. ജനറൽ അവയർനെസ്സിന് 20 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 20 മാർക്ക്, റീസണിങ്ങിന് 20 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജിന് 20 മാർക്ക്, ജനറൽ സ്റ്റഡീസിന് 20 മാർക്ക്, സയൻസ് വിഷയങ്ങൾ. ഇനി ഓരോന്നിനും നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 1/4 ആണ്. ഓരോ തെറ്റുത്തരത്തിനും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇനി ഇത് 100 മാർക്കിന്റെ ചോദ്യമാണ്. 1 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സമയം അനുവദിക്കുന്നത്. ഇനി ടയർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് വേർഡ് ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ വെൽ നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ മലയാളത്തിൽ നമുക്ക് അത്യാവശ്യം എന്തുണ്ട്, നല്ല രീതിയിലുള്ള പ്രാവീണ്യമുണ്ട്.
ടയർ 1 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നല്ല കഷ്ടപ്പെട്ട് ഒന്ന് പഠിച്ച് പാസ്സായി കഴിഞ്ഞാല് നിങ്ങൾക്ക് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിട്ടേൺ എക്സാം ആയിരിക്കും. ഈ റിട്ടേൺ എക്സാം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. ഇതില് നിങ്ങൾക്ക് ഒരു പാസേജ് ഉണ്ടാവും. അതായത് നോക്കിക്കേ, 500 വേർഡ്സിന്റെ ഒരു പാസേജ് ഉണ്ടാകും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം ഇംഗ്ലീഷിൽ. ചിലപ്പോൾ നമുക്ക് മലയാളത്തിൽ ഒരു പാസേജ് വന്നിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു 2 രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സാം തരുന്നത്. ഇനി ലാസ്റ്റ് ടയർ 3 ആണ് ഇന്റർവ്യൂ അഥവാ പേഴ്സണാലിറ്റി ടെസ്റ്റ് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും ഈ ഫസ്റ്റ് ഏരിയ നമ്മൾ പഠിക്കുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങിയ ഏരിയ തന്നെയാണ് നമുക്ക് അവിടെ വരുന്നത്. പക്ഷെ ഐബിയുടെ ലെവൽ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്കായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് ഇത്രയും സെന്റേഴ്സിലായിരിക്കും എക്സാം നടത്തുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തില് എറണാകുളം ജില്ല, കണ്ണൂർ ജില്ല, കൊല്ലം ജില്ല, കോട്ടയം ജില്ല, കോഴിക്കോട് ജില്ല, തിരുവനന്തപുരം ജില്ല, തൃശ്ശൂർ ജില്ല. അപ്പൊ ഇത്രയും ജില്ലയിലേക്കായിരിക്കും എന്ത് വരുന്നത്, നമുക്ക് എക്സാം സെന്റർ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ടേക്ക് ഏതെങ്കിലും ജില്ലയിലേക്ക് നിങ്ങൾക്ക് സെന്റർ, നിങ്ങൾ അടുത്തുള്ള സെന്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാം. പക്ഷെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന നമുക്ക് 5 സെറ്റ് ആയിരിക്കും വെക്കാൻ പറ്റുന്നത്. ഈ 5 സിറ്റിയിൽ നമുക്ക് എവിടെയാണോ എക്സാം സെന്റർ കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പോയി എക്സാം എഴുതേണ്ടി വരും. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു പോട്ടെ, നമുക്ക് ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് പാസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് 100 മാർക്കിന്റെ ടയർ 1 നിങ്ങൾക്ക് URL 30 മാർക്ക്, OBC 28, SC ST 25, ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു കട്ട് ഓഫ് വരുന്നത്. ഇനി എക്സ് സർവീസ്മാന്റെ കാര്യം അവിടെ നമ്മൾ മാറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസ് അനുസരിച്ച് ടയർ 1 എക്സാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ടയർ 2 പോകുന്നത്. ഓക്കെ, ടയർ 2 ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമുക്ക് ടയർ 1 കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ടയർ 1 നമുക്ക് കട്ട് ഓഫ് ഇത്രേ പറയുന്നത്. പക്ഷെ ഈ ഒരു കട്ട് ഓഫ് നമ്മൾ പറയുമ്പോൾ സിമ്പിൾ ആണെങ്കിലും അത് കടക്കാന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ എഫേർട്ട് ഉണ്ട്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു കട്ട് ഓഫ് കടക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി അതും കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇന്റർവ്യൂ അഥവാ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. നമുക്കറിയാം IB എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ഗ്ലോറിയസ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഭയങ്കര പവർ ആയിട്ടുള്ള ഒരു ജോലിയാണ്. അതിലൊക്കെ നമുക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, എസ്പെഷ്യലി നമ്മളുടെ ചെറിയൊരു പ്രായത്തിൽ നിങ്ങൾക്ക് ജോലിക്ക് കയറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ ഞാൻ പറയും ഇതിനു വേണ്ടി തന്നെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാം. അതിനു വേണ്ടി മാത്രം നിങ്ങളൊന്ന് ടൈം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി സേഫ് ആണ്, നിങ്ങളുടെ ഭാവി സെറ്റ് ആണ് മക്കളെ. ഓക്കെ, അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ. നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, പിന്നെ ഡിഗ്രി PG എന്നൊക്കെ പറഞ്ഞ് പോണേക്ക് മുമ്പ് നിങ്ങൾ ജോലി കയറിയതിനു ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ലീവ് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എടുത്തിട്ട് ഇതിന്റെ മേളിലേക്കുള്ള പ്രൊമോഷൻ ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതിയാകും. ഓക്കെ, ഇനി ഇത്രയാണ് നമ്മൾ കാര്യം പറഞ്ഞിരിക്കുന്നത്. ടയർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. അതായത് ടയർ 2 50 നിങ്ങൾക്ക് 20 മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു സെക്കൻഡ് ടയർ അതായത് സെക്കൻഡ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം പാസ്സാകാം. ഓക്കെ ആണല്ലോ. പിന്നെ പെർഫോമൻസും നോർമലൈസേഷനും അനുസരിച്ചിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇന്റർവ്യൂ, ഓക്കെ, ഇനി ഇന്റർവ്യൂവിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഇത്രയും തന്നെയാണ്. മിനിമം ക്വാളിഫയിങ് മാർക്കാണ് ടയർ 2 എക്സാമിനും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം കൂടെ കൂടിയിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഇപ്പം നോട്ടിഫിക്കേഷൻ എന്താണ്, ഓപ്പൺ ആണ്, വിൻഡോ ഓപ്പൺ ആണ്. അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ 26/7/2025 നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം 17-ാം തീയതിയാണ്. ഓഗസ്റ്റ് 17-ാം തീയതിയാണ് ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് കേട്ടോ. ഏകദേശം 550 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പം താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഫീസിൽ കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. 550, 600 രൂപയുടെ അടുത്ത് നമുക്ക് കാറ്റഗറി അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഇനി ഈ ഒരു കോഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോഴേ മുതൽ IB സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 75 ഡേയ്സ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട്, എന്ത് ചെയ്യുക, ആ ഗൂഗിൾ ഫോം ഒന്ന് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പം ഈ ഒരു കോഴ്സിൽ നമ്മൾ കൊടുക്കുന്നത് ഓരോ ദിവസവും നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ഡെയിലി സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നൽകുന്നുണ്ട്. അതിന്റെ കൂടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. മെന്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്.
തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് ഈ ഒരു കോഴ്സിൽ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ, അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.